നൈനയെ ചെറുപ്പം മുതലേ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഒരു ദിവസം എല്ലാവരും നോക്കി നിൽക്കലെ അവന്റെ വയറ്റിലായിട്ട് വില്ലു മാരീഡ് മീന്ന് എഴുതിയിട്ട് യെസ് ഓർ നോ കോളം വരച്ച് നൈനയെ പ്രപ്പോസ് ചെയ്യാണ്. അവളും യെസ്സിൽ ടിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി അവരുടെ വിവാഹം കഴിയാണ്. നൈനയുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി രണ്ടുപേരും കൂടി കാനഡയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കുക്കു അവിടെ ബൗൺസറിന്റെ ജോലിയാണ് നോക്കിയിരുന്നത്. അവൻ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ആ ഒരു ജോലി ചെയ്തിരുന്നത്. നൈനക്ക് ഒരു വലിയ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സാലറി ഉണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നൈനയാണ്. ഒരു ഭർത്താവ് എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിന്റെ ഈഗോ നന്നായിട്ട് തന്നെ അവനക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെടാണ്. അവര് തമ്മിൽ വർത്താനം പറയാതെ ഒക്കെ ആവാണ്. ഇപ്പൊ അവന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം ഒരു സന്തോഷവും ഇല്ലാതെ തന്നെ ഒരു റെസ്റ്റോറന്റിൽ ടേബിൾ ബുക്ക് ചെയ്യുന്നുണ്ട്. കുന്റെ ഒരു ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. വെഡിങ് ഡേ ആയിട്ട് പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവനും നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ 1 2 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും പരസ്പരം ചോദിക്കാനായിട്ട് ആ ഒരു ഫ്രണ്ട് പറയാണ്. ഇവരും ഓക്കെ എന്ന് പറഞ്ഞ് ആ ഒരു ഫ്രണ്ട് 1 2 3 കൗണ്ട് ചെയ്യുമ്പോൾ എടുത്ത വഴിക്ക് രണ്ടുപേരും ഒപ്പം തന്നെ പറയാണ് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. കാരണം അവർക്ക് ഇനി കൂടെ ജീവിക്കാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ പാർട്ട്ണർ ഡിവോഴ്സ് ചോദിക്കുമെന്ന് രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ കാറി പോകുന്ന സമയത്ത് കുക്കുനോട് തല്ല് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, നിനക്ക് വേണ്ട പൈസയും തരുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിനക്ക് ഡിവോഴ്സ് വേണ്ടതെന്നെല്ലാം ചോദിക്കുകയാണ്. എന്നാൽ അതിന് പ്രോപ്പർ മറുപടി കുക്കുൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കാറിന്റെ ഉള്ളിൽ വെച്ച് തല്ല് പിടിച്ചോണ്ട് തന്നെ വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം സോറി പറയുകയും രണ്ടുപേരുടെ ഇഷ്ടം ഡിവോഴ്സ് എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറയാണ്. പക്ഷെ കുക്കുവിന്റെ അനിയത്തിയുടെ കല്യാണമാണ് വരുന്നത്. അതുവരെ പാരന്റ്സിനോടൊന്നും ഡിവോഴ്സിനെ കുറിച്ച് പറയാതെ നമ്മൾ ഹാപ്പി കപ്പിൾസ് ആണെന്ന് പറഞ്ഞ് അഭിനയിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരും ഹാപ്പി കപ്പിൾസ് ആയിട്ട് അഭിനയിക്കുകയാണ്. പക്ഷെ നൈനക്ക് പെട്ടെന്ന് തന്നെ അവളുടെ ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ന്യൂയോർക്കിലേക്ക് പോകണമായിരുന്നു. ഡിവോഴ്സ് വാങ്ങിയതിന് ശേഷം മാത്രമേ അവൾക്ക് പോകാൻ പറ്റൂ. കുനോട് ഈ ഒരു കാര്യം വീട്ടുകാരെ അറിയിക്കാനായിട്ട് പറയാണ്. പക്ഷെ അവൻ അത് അച്ഛനോട് പറയുന്ന സമയത്താണ് അവനക്ക് മനസ്സിലാവുന്നത് അച്ഛനും അമ്മയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെന്ന്. ഈ ഒരു പ്രശ്നം അവരെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നും അവസാനം അവർ രണ്ടുപേരെ എങ്ങനെ ഒന്നായി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മൂവി ഫുള്ള് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.